നമസ്കാരം. ശബരിമല സ്വർണ്ണപ്പാളി കേസ് വീണ്ടും ചൂടുപിടിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയാണ് ഇപ്പോൾ രാഷ്ട്രീയ ആചാരപരമായ തലങ്ങളിൽ പുതിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം പത്മകുമാറിന്റെ മൊഴി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൂടാതെ തന്ത്രി എന്നിവരെ സംശയനിഴലിലാക്കുന്ന തരത്തിലാണ്. താൻ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുള്ള വ്യക്തിയായിരുന്നു. പോറ്റി ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്നത് തന്ത്രി കുടുംബത്തിന്റെ ആളായിട്ടാണ്. താൻ പോറ്റിയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുണ്ടായിരുന്നു. പത്മകുമാർ SITക്ക് നൽകിയ മൊഴി ഇതാണെന്നാണ് വിവരം. ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ളയാണെന്ന ആരോപണം പത്മകുമാർ ഇപ്പോഴും SITക്ക് മുന്നിൽ സമ്മതിച്ചിട്ടില്ല. ശബരിമലയെ പുനരുദ്ധീകരിക്കുവാനുള്ള നടപടികളാണ് നടന്നതെന്നും സ്വർണം തട്ടിയെടുക്കുവാൻ വേണ്ടിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഉരുപ്പടികൾ കൊടുത്തുവിട്ടതെന്നുമാണ് പത്മകുമാറിന്റെ നിലപാട്. സ്വർണ്ണ ഉരുപ്പടികൾക്ക് കാലപ്പഴക്കത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അത് മിനുക്കുവാനും ഒപ്പം തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താനും വേണ്ടിയാണ് കൊണ്ടുപോയതെന്നും ദ്വാരപാലക പാളികളും കട്ടിളപ്പാളിയും വാതിലും ഉൾപ്പെടെയുള്ളവയാണ് ഇതിനായി കൊണ്ടുപോയതെന്നുമാണ് പത്മകുമാർ പറയുന്നത്. ഈ തീരുമാനം താൻ മാത്രമായി എടുത്തതല്ല, എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണെന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തന്ത്രിയോ കടകംപള്ളി സുരേന്ദ്രനെയോ പ്രത്യേക താൽപര്യമെടുത്തതായി പത്മകുമാറിന്റെ മൊഴിയിൽ വ്യക്തമായ പരാമർശമുണ്ടെന്നതിൽ വ്യക്തതയില്ല. ഈ വിഷയത്തിൽ അന്വേഷണ സംഘം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയത് തന്ത്രിയെന്നും മൊഴിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ സജീവമാക്കിയത് തന്ത്രിയും ഉദ്യോഗസ്ഥരുമെന്നും പത്മകുമാർ SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ പല കാര്യങ്ങൾക്കായി നിയോഗിക്കുകയും സൗകര്യങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്തത് ഉദ്യോഗസ്ഥരാണെന്നും അന്വേഷണ സംഘത്തോട് പത്മകുമാർ പറഞ്ഞു. എന്നാൽ ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ കൃത്രിമത്വം നടന്നതെന്ന ചോദ്യത്തിന് പത്മകുമാറിന് മറുപടിയില്ല. കേസിൽ അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തു. പത്മകുമാർ നടത്തിയ വിദേശ യാത്രകൾ സംബന്ധിച്ചും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഹൈക്കോടതിയിൽ നൽകുന്ന രണ്ടാം ഘട്ട റിപ്പോർട്ടിൽ പ്രതികളുടെ പങ്ക് സംബന്ധിച്ച കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ വിട്ടത്. പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലെന്നാണ് മൊഴി. ശബരിമലയിൽ സ്പോൺസർ ആകുവാൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചെന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തതിനാലാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകുവാൻ അനുമതി നൽകിയതെന്നും ഉദ്യോഗസ്ഥരോട് കൃത്യമായ തൂക്കവും അളവുമെടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും പത്മകുമാർ പറയുന്നു. കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുൻപ് മുൻ ഭരണസമിതിയുടെ കാലത്തും ഗ്ലാഡിംഗ് വർക്കുകൾ പുറത്തു കൊണ്ടുപോയി നടത്തിയിട്ടുണ്ടെന്നും പത്മകുമാർ വിശദീകരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി താനല്ല ശബരിമലയിൽ കൊണ്ടുവന്നതെന്നും ഇക്കാര്യത്തിൽ എല്ലാം SITയോട് പറഞ്ഞിട്ടുണ്ടെന്നും തന്ത്രി കണ്ഠരര് രാജീവര് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകുക മാത്രമാണ് ഉത്തരവാദിത്തമെന്നും സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ചുമതല ദേവസ്വം ബോർഡിനാണെന്നും കണ്ഠരര് രാജീവർ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്ന ആളെന്ന നിലയ്ക്ക് അറിയാം. കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിമാരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയായിരുന്നു. കണ്ഠരര് രാജീവര് മോഹനർ എന്നിവരുടെ മൊഴിയാണ് SIT രേഖപ്പെടുത്തിയത്. അറ്റകുറ്റപ്പണികൾക്ക് അനുവാദം നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമെന്നാണ് തന്ത്രിമാർ വിശദീകരിച്ചതും. സ്വർണം പൂശാൻ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരാണെന്നാണ് കേസിൽ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ SITക്ക് മൊഴി നൽകിയത്. ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചുകൊണ്ടുപോയപ്പോഴും തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ശ്രീകുമാറായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. എ പത്മകുമാർ നൽകുന്ന മൊഴികളിൽ ആശങ്കപ്പെടുന്നവർ ഏറെയാണ്. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായും തന്ത്രിയായ കണ്ഠരര് രാജീവരുമായും അടുത്ത ബന്ധമെന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. പോറ്റി ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പത്മകുമാർ വ്യക്തമാക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറിവോടെ എന്നാണ് പത്മകുമാർ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രി തന്നെ. അതുകൊണ്ടാണ് പോറ്റിയെ വിശ്വസിച്ചതും കൂടുതൽ അടുപ്പം കാട്ടിയതും.
കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശുവാനായി സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്നതിന് തന്ത്രിമാർ അനുമതി നൽകിയിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകുന്നുണ്ട്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന ആരോപണം അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. എന്നാൽ ശബരിമലയിലുള്ള തന്റെ മുറിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചതും ആറന്മുളയിലെ വീട്ടിൽ സന്ദർശിച്ചതും പത്മകുമാർ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. സൗഹൃദ സന്ദർശനമായിരുന്നു ഇവ എന്നാണ് മൊഴി. പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് പകലും തുടരുകയാണ്. അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകുമോ എന്നതാണ് CPM ഭയത്തോടെ നോക്കുന്നത്. റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊരു പരാമർശം വന്നാൽ പോലും CPM ആകെ പ്രതികൂട്ടി നിൽക്കേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മറുപടി പറയേണ്ട വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയും. മുൻ പ്രസിഡന്റ് പത്മകുമാറിൽ അന്വേഷണം അവസാനിച്ചാൽ ദേവസ്വം ബോർഡ് സ്വയംഭരണാവകാശമുള്ള സ്ഥാപനമാണ് എന്ന് ന്യായീകരണം നിർത്താം. അവിടെ ഉണ്ടാകുന്ന ഒന്നിലും സർക്കാരിന് പങ്കില്ലെന്നും പറഞ്ഞു നിൽക്കാം. എന്നാൽ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ച മന്ത്രിയെ എവിടെയെങ്കിലും ഒന്ന് പരാമർശിച്ചു പോയാൽ സർക്കാരും CPM-ഉം അറിഞ്ഞുള്ള സ്വർണ്ണക്കൊള്ളയായി ഇത് മാറും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരമൊന്ന് CPM-ന്റെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുമെന്നത് ഉറപ്പാണ്. ശബരിമല ദ്വാരപാലക ശില്പം ഏതെങ്കിലും പണക്കാരന് മറച്ചുവിറ്റിട്ടുണ്ടാകാം എന്ന പരാമർശം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായപ്പോൾ തന്നെ പ്രതിപക്ഷം കടകംപള്ളി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നു. കടകംപള്ളിയോട് ചോദിച്ചാൽ ആർക്കാണ് വിറ്റതെന്ന് അറിയാമെന്നായിരുന്നു VD സതീശൻ പറഞ്ഞത്. ഇതിന്റെ പേരിൽ കടകംപള്ളി സതീശന് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. ഈ വിവാദങ്ങൾക്കിടെയാണ് വാസുവിനെ ന്യായീകരിച്ചുകൊണ്ട് കടകംപള്ളി എത്തുകയും ചെയ്തത്. തനിക്കറിയാവുന്ന വാസു വളരെ സത്യസന്ധനായ വ്യക്തിയാണെന്നും വാസു പ്രസിഡന്റായിരുന്ന കാലത്തല്ല ഫയൽ ഒപ്പിട്ടതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയുകയായിരുന്നു. ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും കുറ്റവാളി ആരായിരുന്നാലും അവർ സ്വാഭാവികമായും ശിക്ഷിക്കപ്പെടുമെന്നുമാണ് കടകംപള്ളി പ്രതികരിച്ചത്. വാസു കമ്മീഷണറായിരുന്ന കാലത്ത് ഒരു ഫയൽ ഒപ്പിട്ടതാണല്ലോ പ്രതിയായത്. വാസു പ്രസിഡന്റായിരുന്ന കാലത്തല്ല ഒപ്പിട്ടത്. അദ്ദേഹം സത്യസന്ധനായ വ്യക്തിയാണ്. ബോർഡിലെ ദൈനംദിന കാര്യങ്ങൾ മന്ത്രി അറിയേണ്ടതില്ല. അതൊന്നും ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരാറുമില്ല. ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഏറ്റെടുത്ത് നന്നായി നടത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്. അത് സർക്കാർ നന്നായി ചെയ്തു വരുന്നുമുണ്ട്. ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നുമുണ്ട് എന്നാണ് കടകംപള്ളി അന്ന് പ്രതികരിച്ചത്. വ്യാജമദ്യ ദുരന്തത്തിൽ പ്രതിയിൽ നിന്ന് പണം വാങ്ങി മാസപ്പടി ഡയറിയിൽ പേര് വന്ന ഒരിക്കൽ CPM-നെ പ്രതിസന്ധിയിലാക്കിയ ചരിത്രമാണ് കടകംപള്ളി സുരേന്ദ്രനുള്ളത്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള അന്വേഷണം കടുത്ത ആശങ്കയിൽ നോക്കുകയാണ് പാർട്ടി. ഇപ്പോൾ കട്ടിളപ്പാളി കൊണ്ടുപോയ കേസിൽ മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. ഇനി ദ്വാരപാലക ശില്പം കൊണ്ടുപോയി എന്നതിലും അന്വേഷണം വരും. അതും ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിൽ എവിടെയെങ്കിലും കടകംപള്ളിയുടെ പേര് വന്നാൽ ശബരിമല അയ്യപ്പനെ വരെ കടത്തിയെന്ന ആരോപണത്തിന് മറുപടി പറയേണ്ടി വരും.